ഈ PM ശ്രീ പദ്ധതിയിൽ ആ NEP ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പഠന സിസ്റ്റത്തിലേക്ക് മാറിയത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ ഇങ്ങനൊരു അജണ്ട അവർക്കുണ്ട്. ചരിത്രം തിരുത്തി എഴുതാനുള്ള ഒരു പരിപാടി, ഒരു അജണ്ട, ലോങ് ടേം അജണ്ടയുമായിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിൻ്റെ അറിയപ്പെടുന്ന ഒരു അജണ്ട തന്നെയാണ് അത്. ഒരു സംശയവും ആ കാര്യത്തിൽ ഇല്ല. ലോങ് ടേമിൽ ഈ നാടിൽ വരുത്തേണ്ട അവരുദ്ദേശിക്കുന്ന പല മാറ്റങ്ങളുണ്ട്. ചരിത്രം തന്നെ മാറ്റുക, കാതലായ വിഷയങ്ങളൊക്കെ തമസ്കരിക്കുക. ഇപ്പോൾ ഗാന്ധിവധം, അതിൻ്റെ ഒരു കാര്യം, അതിന് അവർക്കൊരു വ്യാഖ്യാനമുണ്ട്. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കാര്യത്തിൽ എന്താ സംഭവിച്ചത്, ആരാണ് അത്തരം ഒരു ഹീനകൃത്യം നടത്തിയത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ അത് അവർക്ക് തമസ്കരിക്കണം, മൂടണം. അതിനുവേണ്ടി കുട്ടികളെ, ഭാവിയിൽ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവരണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നാടിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ നിഷ്പക്ഷമായി, ചരിത്രത്തെ എപ്പോഴും നിഷ്പക്ഷമായിട്ടാണല്ലോ നോക്കിക്കാണേണ്ടത്. ഇവിടെ ഉണ്ടായ ചരിത്രത്തിൽ അവർക്കൊരു വീക്ഷണമുണ്ട്. ആ വീക്ഷണത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന പാഠ്യപദ്ധതിയാണ് അത്. ഭാവി തലമുറ അത്തരം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് അവരെ ചിന്ത. അതുകൊണ്ടാണ് യാദൃച്ഛികമായിട്ടല്ലല്ലോ ഇപ്പോൾ തമിഴ്നാടായാലും അല്ലെങ്കിൽ മറ്റ് സെക്കുലർ വീക്ഷണമുള്ള ഗവൺമെൻറ്റുകളായാലും എല്ലാവരും ഇതിനെ എതിർക്കുന്നത്, ഈ പോളിസിയെ എതിർക്കുന്നത് അതുകൊണ്ടാണല്ലോ. നമ്മൾ എതിർത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ത്യ മുന്നണി അതിനെ വിമർശിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.